ഹായ് ഹലോ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് പോസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സർവമായ, മറ്റൊന്ന് ബബ്ബബ്ബ. ബബ്ബബ്ബ അതന്നെ, അതെപ്പോഴും തെറ്റിയിരിക്കും. ബബ്ബബ്ബബ്ബ ആ സംഭവം വരും. അപ്പൊ രണ്ട് സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് കാണണം തോന്നുന്ന സിനിമകളാണ്. ഞാൻ കാത്തിരിക്കുന്ന സിനിമകളാണ്. സ്റ്റാർട്ടിങ് വിത്ത് ബബ്ബബ്ബ. ടീസർ ഇറങ്ങിയ സമയത്ത് അതിൽ കുറെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞ പോലെ തന്നെ ലോജിക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കാണുന്ന ഒരു പടം. അതാണ് ബബ്ബബ്ബ. ആൻഡ് അതിലെ ഈ പറഞ്ഞ പോലെ തന്നെ ടീസറില് ദിലീപിനെ പ്രസന്റ് ചെയ്തിട്ടുള്ള രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇപ്പൊ അടുത്ത് വന്ന കുറെ സിനിമകളുടെ ആളുടെ ഫേസ് ഒക്കെ തന്നെ എന്തൊക്കെ പ്രായം ബാധിച്ചതിന്റെ ശരിക്കും ഒരു ബുദ്ധിമുട്ട്. കാരണം എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നി. ആകെ എന്തൊക്കെയോ പോലെ. ആൻഡ് സിനിമകളും അതേപോലെ തന്നെ ഒട്ടും ഒരു ഇത് കാ ഒരു ഒരു ഇത് കിട്ടാത്ത സിനിമകള്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ പോലെ ബബ്ബബ്ബ കാര്യങ്ങളൊക്കെ വന്നത്. ആൻഡ് ടീസർ ഇറക്കി. ടീസർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലിംസും ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ടീസറിൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം വാളയാർ പരമശിവത്തിന്റെ ഒരു എവിടേക്കൊക്കെയോ ഒരു സാമ്യത ഈ ഒരു ബബ്ബബ്ബയിലെ ക്യാരക്ടറിന് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് അത് കണ്ടപ്പോ തന്നെ ഒന്നൊന്ന് എക്സൈറ്റിംഗ് ആയി. കാരണം ആ ഒരു റോൾ, ആ ഒരു ക്യാരക്ടർ എന്ത് പവർഫുൾ ആയിരുന്നു. റൺവേ എന്ന് പറഞ്ഞ മൂവിയിൽ അത് ഇപ്പൊ കാണുമ്പോഴും കിടിലൻ പരിപാടിയായിരുന്നു. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴും അങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് മൊത്തത്തിലൊരു കളർഫുൾ സെറ്റപ്പ്. അപ്പൊ ഡിസംബറിൽ റിലീസാണ്. ഒരു വെക്കേഷൻ മൂഡിന് പറ്റിയിട്ടുള്ള ഒരു പടം പോലെ തന്നെ എനിക്ക് ബബ്ബബ്ബ തോന്നുന്നത്. അങ്ങനെ തന്നെ ആവുമെന്നാ പ്രതീക്ഷിക്കണേ. ആൻഡ് അതിൽ വേറെയും കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ വിനീത് ശ്രീനിവാസൻ ഉണ്ട്, ധ്യാൻ ഉണ്ട്, അതേപോലെ ലാലേട്ടൻ ഉണ്ട്. ലാലേട്ടന്റെ കാര്യമാണ് കുറച്ചും കൂടെ പറയാനുള്ളത്. കാരണം ലാലേട്ടൻ ഒരു ക്യാമിയോ റോളിലാണ് വരുന്നത്. ആൻഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവരിപ്പോ മൊത്തത്തിൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ലാലേട്ടൻ വരും എന്ന് പറയുമ്പോ അപ്പൊ എന്തൊക്കെയോ അതിൽ വേറെയും പരിപാടി ഉണ്ട്. ആൻഡ് ലാലേട്ടൻ തന്നെ ഒരു ഇവന്റിലോ ഒരു പരിപാടി ഇങ്ങനെ ഫ്ലവേഴ്സിന്റെ ഒരു ഷോയിലാ തോന്നുന്നു പറഞ്ഞത്. അതൊരു ആം, ലോകാണ്, അതൊരു മാഡ്നസ് ബബ്ബബ്ബ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് കാണാനുള്ള ആ ഒരു എന്താ പറയാ ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കുകയാണ് ഓരോ പരിപാടിയിൽ കൂടെ. ആൻഡ് അതെന്തായാലും കാണും. ആൻഡ് സർവ്വമായ വരുന്ന സമയത്ത് നിവിൻ പോളി, അജു. നിവിൻ പോളി, അജു കോമ്പിനേഷനിൽ വീണ്ടും ഒരു കോമഡി, ഒരു ഫൺ മൂവി, ഒരു സിറ്റ് ബാക്ക് റിലാക്സ് മൂവി വരുന്നുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. ആൻഡ് രണ്ടും കാണും. രണ്ടും ഡിസംബറിലെ ഒരു ടൈം പീരീഡ്. എനിക്ക് തോന്നുന്നത് ഒന്ന് 18 ഒന്ന് 25 ആ ടൈം പീരീഡിലാണ് വരുന്നത്. ആൻഡ് രണ്ടും ഞാൻ എന്തായാലും കാണും. ഒന്നാമത് ഇവർ രണ്ടുപേരുടെയും ഒരു കംബാക്ക് അത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിവിൻ പോളിക്ക് അത്യാവശ്യമാണ്. നിവിൻ പോളിനെ ഭയങ്കരമായിട്ട് മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. നിവിൻ പോളിന്റെ എന്താ പറയാ ഫൺ മൂവീസ് ആവട്ടെ. നിവിൻ പോളിന്റെ മൂവി എന്ന് പറയുന്നത് ഒരു ഹാപ്പി പില്ലായിരുന്നു ആക്ച്വലി. അത് ഇപ്പൊ കുറച്ചായിട്ട് അതില്ല ഒട്ടും. ആൻഡ് ഈ ഒരു സിനിമയിൽ കൂടെ അത് മാറുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആളുടെ വരാൻ പോണ ലൈനപ്പ് ആണെങ്കിലും കിടിലൻ ലൈനപ്പുകളൊക്കെയാണ്. അപ്പൊ നോക്കാം. എന്തായാലും നമുക്ക് പോസ്റ്റർ നോക്കി നോക്കാം. ഫസ്റ്റ് ബബ്ബബ്ബ. ഈ പോസ്റ്ററില് കുറേ ആക്ച്വലി കാര്യങ്ങളുണ്ട്. ഞാനത് കണ്ട സമയത്തും എനിക്കിത് റിയാക്ട് ചെയ്യണം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതില് ഈ പറഞ്ഞ പോലെ തന്നെ അതില് പറയുന്നത് നോ ലോജിക് ഓൺലി മാഡ്നസ് ആൻഡ് ഗില്ലി റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയില് വിജയിന്റെ ഗില്ലി പടത്തില് ഒരു പാട്ടോ കാര്യോ ഉണ്ടാവും എന്നുള്ളത് കുറേ മുന്നേ മുതലേ ഉണ്ടായിരുന്നു. ആൻഡ് ഏകദേശം ഈ പോസ്റ്റർ കാണുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്. ഗില്ലിയിലെ ഒരു സീൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും. കാരണം അതില് ഗില്ലി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. ആൻഡ് വേറെ കുറേ കാര്യങ്ങൾ ഞാൻ പുറകിൽ എന്താ ജീപ്പും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കത്തി പറക്കണതൊക്കെ കാണിക്കണത്. വേറെ ഈ പറഞ്ഞ പോലെ തന്നെ ലോജിക് ഒക്കെ മാറ്റി വെച്ചോളൂ. വന്നോളൂ, പടം കണ്ടോളൂ, കൈയടിച്ചോളൂ, പോയിക്കോളൂ. ആ ഒരു എന്താ കൈൻഡ് ഓഫ് രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് 18th ഡിസംബറിലാണ് സിനിമ റിലീസ് ചെയ്യണത്. എനിക്കിഷ്ടപ്പെട്ടു. ഒരു കിടിലൻ പരിപാടി. ആൻഡ് വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ, പിന്നെ ലാലേട്ടൻ. ലാലേട്ടനാണ് വീണ്ടും ഇത് പറഞ്ഞ പോലെ ചെറി ഓൺ ദ കേക്ക് എന്ന് പറയില്ലേ. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കണേ. എന്തായാലും ഉഷാറാവട്ടെ. അടുത്തത് സർവ്വം മായ. അതിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞ ഇതൊരു പ്രേതം ഐ മീൻ പ്രേതത്തിന്റെ അതാ ഒരു ഇത് ഗ്ലിംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലും ഒരു ഹൊറർ റെഫറൻസ് പോലെയൊക്കെ എനിക്കും ഫീൽ ചെയ്തു. അങ്ങനെയൊക്കെയാണെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു ഫൺ മൂവിയാണ്. അതില് നമ്മുടെ നിവിൻ പോളി, ജനാർദ്ദനൻ, പിന്നെ അജു വർഗീസ്. ഇവര് മൂന്നാളാണ് ഉള്ളത്. അപ്പൊ ഇവര് മൂന്നാളുടെ എക്സ്പ്രഷൻ കാണുമ്പോ തന്നെ ഒരു പരിപാടി പോലെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് അജു വർഗീസിന്റെ മീൻസ് ഇവര് മൂന്നുപേരും മൂന്നുപേരും ഞാൻ അജു വർഗീസ്, നിവിൻ പോളി പെർട്ടിക്കുലർലി അവര് എന്താ പറയാ അവര് രണ്ടാളുടെ ആ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സിനിമ കാണാൻ പ്രത്യേക ഭംഗിയാണ്. നല്ലൊരു ഒരു സ്റ്റോറി ആവട്ടെ. അങ്ങനെ ആയിത്തീരും എന്ന് വിചാരിക്കണം. കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഖിൽ സത്യൻ അന്തിക്കാടിന്റെ സിനിമയാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു നല്ല സൈഡ് ആ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് വിശ്വസിക്കണം. എന്തായാലും കാത്തിരിക്കാം. എക്സ്പീരിയൻസ് ഡെലുലു ഡെലുലു ഇൻ തിയേറ്റേഴ്സ് 25 ഡിസംബർ. എന്തായാലും 25നും 18ത്തിനാണ് ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് റിലീസ് വരുന്നത് ക്രിസ്മസിന്റെ അന്ന്. അപ്പോൾ സർവ്വമായും കാണും. നമ്മുടെ
ബബ്ബബ്ബയും കാണും. നിങ്ങളും കാണുംന്ന് വിചാരിക്കണം. അപ്പൊ ആദ്യം നിങ്ങള് എന്തായാലും ഒബ്വിയസ്ലി ബബ്ബബ്ബയാണ് ഇറങ്ങണത്. എന്നാലും ആദ്യം നിങ്ങൾ ഏത് സിനിമ കാണാൻ പോണെന്നുള്ള കമന്റ് ബോക്സില് ഡ്രോപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ആൻഡ് ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.